എൻ്റെ പൊന്നച്ചോ, ഇതിലും ഭേദം ആ കഷ്ടതയൊക്കെ അനുഭവിച്ച് പറഞ്ഞും കരഞ്ഞും പരാതി പറഞ്ഞും അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എല്ലാം മാറുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ആണേ, ഇതുവരെ ഇല്ലാത്ത പ്രശ്നം, ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധി, ഇതുവരെ ഇല്ലാത്ത വെല്ലുവിളി. ഇതെവിടെ നിന്നൊക്കെയാണ് വരുന്നത്? അയ്യോ, ഇതിന് മാത്രം അല്ലേ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കും തോറും പ്രശ്നം കൂടിയിട്ട് ആ പ്രശ്നത്തിന് പിന്നിലെ പിശാച് അത് പുറത്തു വരുന്നത് പ്രാർത്ഥിച്ചു തുടങ്ങിയ നിന്നെ തകർക്കുവാനല്ല, നിന്നാൽ തകർക്കപ്പെടുവാനാണ്. അതേന്നെ, ആ ജോലി സംബന്ധമായിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ മുതൽ പ്രശ്നം കൂടിയില്ലേ, അത് ആ പ്രശ്നക്കാരും പിശാചും ഒക്കെ പുറത്തു വന്നത് നിന്നെ അവിടെ നിന്ന് ഓടിക്കാനല്ല, നിന്നാൽ തകരപ്പെടുവാനാണ്. അല്ലേ സഹോദരി? അല്ലേ? നീ പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷമാണ് പ്രശ്നം കൂടി. അതുവരെ കുഴപ്പമില്ലായിരുന്നു, വല്ലപ്പോഴെങ്കിലുമൊക്കെ നേരം കാലം എത്തുമായിരുന്നു. ഇപ്പം നേരം കാലം എന്ന് പറയുന്നതേ ഇല്ല. എപ്പോഴാണ് വരുന്നതെന്ന് വരുന്നവന് പോലും അറിയത്തില്ല. ഭർത്താവിനെ കുറിച്ചാണ്, മക്കളെക്കുറിച്ചാണ്. വരുന്നതോ 4 കാലമല്ല, ബോധവുമില്ല. എന്താണ് പറയുന്നതെന്നും അറിയത്തില്ല, എന്താണ് ചെയ്യുന്നതെന്നും അറിയത്തില്ല. നശിച്ചു പോകാനൊന്നും അല്ലെന്നേ. ആ പിശാച് അത് പുറത്തു വന്നു പാടിത്തുമുറുക്കുക, പേടിപ്പിച്ച്. അതെ, നിന്നെ തകർക്കുവാനല്ല, പ്രാർത്ഥിക്കുന്ന നിന്നാൽ തകരുവാൻ വേണ്ടിയാ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രേക്ഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായം 3 മുതലുള്ള ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കാൻ ഞാൻ വായിക്കാം. പൗലോസ് കുറേ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞ് കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ, വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. താൻ സത്യവിശ്വാസത്തിലേക്ക്, അഥവാ താൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് തൻ്റെ വീട്ടുകാർ തന്നെ പുറത്താക്കി, തൻ്റെ കൂട്ടുകാരെല്ലാം തന്നെ ഉപേക്ഷിച്ചു. താനുണ്ട്, തൻ്റെ ഭാര്യയുണ്ട്, പറക്കം പറ്റാത്ത 2 മക്കളുണ്ട്. അവർ വാടക വീടുകൾ കയറി ഇറങ്ങി കുറേ ദിവസം ഒരു വാടക വീട്ടിൽ കഴിയും. ഇവരുടെ വാടക കൊടുപ്പിൻ്റെയൊക്കെ രീതിയൊക്കെ കാണുമ്പോൾ വാടകയ്ക്ക് കൊടുത്ത ആൾക്കാർക്ക് മനസ്സിലാവും ഇവരെ വെച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പോകാൻ പറയും. അവർ വീണ്ടും പോകും, എവിടെയെങ്കിലും ഒരു ചെറിയ വീട് ഒപ്പിച്ചെടുക്കും, അവിടെ അങ്ങനെ താമസിച്ച് വരും. വാടക കൊടുപ്പിൽ ബുദ്ധിമുട്ടുകൾ വരും, അവിടെ നിന്ന് പുറത്താക്കപ്പെടും. അങ്ങനെ ഇരിക്കലും ഒരു ദിവസം ഒരു സഹോദരൻ ഈ പാസ്റ്ററേയും കുടുംബത്തെയും വിസിറ്റ് ചെയ്യുവാനായിട്ട് വന്നു. അവർ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് നിന്ന്. അദ്ദേഹം പുറത്തുള്ള ആളാണ്. അദ്ദേഹം നാട്ടിൽ ഒരു വലിയൊരു വീട്, ഒരു ബംഗ്ലാവ്, കൊട്ടാരം എന്ന് പറയാം, അങ്ങനെ ഒരു വീട് വെച്ചു. ആ വീടിനോട് കൂടെ തന്നെ ഒരു ഔട്ട് ഹൗസും ഒക്കെ ഉണ്ട്. തൻ്റെ വൃദ്ധരായ അമ്മയും പപ്പയുമാണ് അവിടെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരവിടെ താമസിക്കുന്നില്ല, അവർ തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ വന്നിട്ട് ഈ പാസ്റ്ററോടും കുടുംബത്തോടും പറഞ്ഞ്, ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ നിങ്ങൾക്ക് താമസിക്കാം. ഔട്ട് ഹൗസ് മീൻസ് ഒരു ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാനും ആരെങ്കിലും ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ്. അത് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബോധം പോയെന്നാണ് പറയുന്നത്. അത്ര വലിയ ഔട്ട് ഹൗസ്. അപ്പോൾ വീടിനെ പറ്റി പറയണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദര, നിങ്ങൾക്കാൾ തെറ്റിപ്പോയി, എന്നെക്കൊണ്ട് ഇതിന് വാടക തരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വാടകയൊന്നും തരണ്ട പാസ്റ്ററെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു സ്തോത്ര കാഴ്ച എല്ലാ മാസവും ഞങ്ങൾ അങ്ങോട്ട് അയച്ചു തരാം, നിങ്ങളിവിടെ താമസിക്കണം. അപ്പോൾ ഈ പാസ്റ്ററിന് സംശയമായി, ഇതെന്താ ഒരു പുതിയ സംഭവം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വച്ച വീടാണ്, എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും താമസിക്കണം. എൻ്റെ അമ്മയും പപ്പയും ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവർ വാർദ്ധക്യത്തിൽ സന്തോഷമായിട്ട് കൊട്ടാരം പോലുള്ള വീട്ടിൽ താമസിക്കണം. എന്താ മോനെ, നിൻ്റെ ആഗ്രഹം അതാണോ? കർത്താവ് ആഗ്രഹത്തെ നിവർത്തിച്ചു തരും. നിൻ്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ
സന്തോഷം പ്രതിഫലമായി നൽകുന്നവനാക്കി കർത്താവ് നിന്നെ മാറ്റും. താങ്ക് ലോർഡ്. അപ്പനും അമ്മയും സ്വന്തം വീട്ടിൽ താമസിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചായിരിക്കുന്ന ചില മക്കൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്വന്തം ഭവനത്തിൽ, നിൻ്റെ ഭവനത്തിൽ നിൻ്റെ മാതാപിതാക്കൾ പാർത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പോവുകയാണ്. അങ്ങനെ ആ സഹോദരൻ പറഞ്ഞു, അവർ താമസം തുടങ്ങിയത് മുതൽ ഇതിനകത്ത് പ്രശ്നങ്ങളാണ്. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ വരുന്നവർ, മറ്റ് ആൾക്കാർ, സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിൽ നിന്ന് വരുന്നവർ, അവരുടെ മതവിശ്വാസത്തിനനുസരിച്ച് അവരെ മുൻപോട്ട് നയിക്കുന്നവരൊക്കെ പറഞ്ഞു, ഈ വീട്ടിനകത്ത് ഭയങ്കരമായ പൈശാചികമായ ബാധിപ്പുണ്ട്, ഇതിനകത്ത് ആർക്കും സ്വസ്ഥമായിട്ട് താമസിക്കുവാൻ കഴിയത്തില്ല. ആദ്യമൊക്കെ അവർ അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ പിന്നത്തേതിൽ മനസ്സിലായി ഒത്തിരി അപകടങ്ങൾ തുടർമാനമായി തൻ്റെ മാതാവിനും പിതാവിനും ഉണ്ടാകുന്നു. അപ്പോൾ മാതാപിതാക്കളെക്കാൾ വലുതല്ലല്ലോ. അദ്ദേഹം പേടിച്ച് തൻ്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് അമ്മയും പപ്പയും മാറ്റി. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് പോരാ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ മറ്റു പലരോടും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവരിൽ ഒരാൾ സാന്ദർഭികവശാൽ ഒരു നല്ല പെന്തക്കോസ് അനുഭവമുള്ള ഒരു വ്യക്തി പറഞ്ഞു, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ ആ പിശാചൊക്കെ വാലും ചുരുട്ടി ഓടും. അദ്ദേഹം സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഇത് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാരെ അന്വേഷിച്ചു, അവിടെ താമസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. അങ്ങനെയാണ് നമ്മുടെ പാസ്റ്ററിലേക്ക് ഈ നറുക്ക് വീഴുന്നത്. അദ്ദേഹം സന്തോഷത്തോടെ ആ ചലഞ്ച് ഏറ്റെടുത്തു. അദ്ദേഹം പോയി അവിടെ താമസിക്കുവാനായിട്ട് തുടങ്ങി. ആ വെളിപ്പെട്ട പിശാച് തൻ്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ അവർ പേടിച്ചോടി ആ പിശാച് വീണ്ടും എഴുന്നേറ്റു. പക്ഷേ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ ആ പിശാച് എഴുന്നേറ്റത് അതിനു മുമ്പ് പലരുടെയും മുമ്പിൽ എഴുന്നേറ്റ് അവരെ ഓടിച്ചതുപോലെ ഓടിക്കുവാനോ തകർക്കുവാനോ അല്ല, തകർന്നു പോകുവാനോ. ഇന്ന് തൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ ഈ പാസ്റ്ററുടെ അമ്മയും അപ്പനെയും പോലെ അവിടെ വീട്ടിലുണ്ട്. ഇവർ ഔട്ട് ഹൗസിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ നിൻ്റെ ഭവനത്തിനകത്ത് നിൻ്റെ ഭവനത്തിൻ്റെ സ്വസ്ഥതയെ, സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ തക്കവണ്ണം എഴുന്നു നിൽക്കുന്ന പിശാച് തല തകർന്ന് നശിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. ആമേൻ. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ, ഉപവസിക്കുന്നവന് മുമ്പിൽ ഒരു പിശാചിനും നിവർന്ന് നിൽക്കുവാൻ കഴിയത്തില്ല. ഒരു പിശാചും പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിൻ്റെ മുമ്പിൽ തല നിവർത്തത്തില്ല. കാരണം നിൻ്റെ കാൽ ചുവട്ടിൽ അതിൻ്റെ തല ഞെരിഞ്ഞ് അമരുവാൻ പോകുക. അമേൻ. പ്രാർത്ഥിക്കും തോറും പ്രശ്നമാണോ? നോ, അമേൻ. അത് പ്രശ്നമല്ല, അത് പിശാച് അവസാനത്തെ ശ്വാസമെടുക്കുന്നതാണ്. നീ കണ്ട് ഭയപ്പെടേണ്ട. നിൻ്റെ കാൽ ചുവട്ടിൽ, സഹോദര, ആ തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ആ വെല്ലുവിളി നിൻ്റെ കാൽ ചുവട്ടിൽ ഒടുങ്ങിപ്പോകുക. ഇന്നലകളിൽ ഒത്തിരി പേരെ തകർത്ത് കളഞ്ഞ സഹോദരി, ഇന്നലകളിൽ നിൻ്റെ കുടുംബത്തിനകത്ത് ഒത്തിരി സഹോദരിമാരുടെ കണ്ണുനീർ വീഴുവാനിടയായ, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടാക്കുന്ന, കുടുംബജീവിതത്തെ തകർത്ത് കളയുന്ന ആ പൈശാചിക മണ്ഡലം നിൻ്റെ കാൽ ചുവട്ടിൽ അഴിയുവാൻ പോകുക. ഷബാറി ധലമാശകനെ. ആ ദേശം വിട്ട് നീ ഓടണ്ട. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ഉപവസിക്കുവാൻ തയ്യാറാണോ? പ്രൈസർ ഫാമിലി നിനക്കൊപ്പമുണ്ട്. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എങ്ങനെയാണ്, നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ ഇത്ര ദൂരത്താണല്ലോ. നിങ്ങൾ ഏത് സ്ഥലത്തായിരുന്നാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ആ ഭവനം വിട്ട് നീ ഓടേണ്ടി വരത്തില്ല. അവിടെ തന്നെ നീ പാർക്കും. നീ സ്വപ്നം കണ്ട് പണിത ആ ഭവനത്തിനകത്ത് തന്നെ നീ പാർക്കും. അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് നിൻ്റെ കുടുംബത്തിനകത്ത് ശുദ്രത ഉണ്ടാക്കി നിന്നെയും നിൻ്റെ ഭർത്താവിനെയും നിന്നെയും നിൻ്റെ മക്കളെയും തമ്മിൽ തെറ്റിക്കുന്ന, ദിവസം പ്രതി രോഗങ്ങൾ ഉണ്ടാക്കുന്ന, കടത്തിനകത്ത് കുരുക്കിയിടുന്ന, എന്നും പ്രശ്നങ്ങൾ സമ്മാനിക്കുന്ന ആ പിശാച് നിൻ്റെ കാൽച്ചുവട്ടിൽ തകർക്കപ്പെടുവാൻ പോകുക. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ചു തുടങ്ങിയോ? ശബറാധലമാശകനെ. ആ രോഗങ്ങൾ, ആമേൻ, സ്തോത്രം, പ്രാർത്ഥിക്കും തോറും കൂടുകയാണോ? നോ, അത് അവസാനിക്കുവാൻ പോകുക. ചിലത് പുറത്ത് വന്നാലേ ട്രീറ്റ്മെൻറ്റ് നടക്കത്തുള്ളൂ. അറിയണ്ടേ? ഇത് അറിയുന്നതാ, നീ അറിയുന്നതാ എന്താണ് രോഗമെന്ന്. ആമേൻ. എന്താണ് കാരണമെന്ന്, തലമുറകളുടെ പരാജയത്തിന് പിന്നിലെ കാരണം. ആമേൻ. പലരും പറയുന്നുണ്ട് എന്തോ ഉണ്ട്. പക്ഷേ എങ്ങനെ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ അത് സാധ്യമാകുമെന്ന്? നിൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർത്തീകരണത്തിന് വിരോധമായി എഴുതി നിൽക്കുന്ന ആ ദേശത്തിലെ വ്യാപാരം, തലമുറകളെ പലതിലേക്കും വലിച്ചു കൊണ്ടുപോകുന്ന മദ്യത്തിലെ, മയക്കുമരുന്നിലും ലഹരികളിലും തളച്ചിടുന്ന ആ പൈശാചിക വ്യാപാരം നിൻ്റെ കാൽച്ചുവട്ടിൽ തകർക്കപ്പെടുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ തയ്യാറാണോ? ആമേൻ. സ്തോത്രം. ഒരുപാട് പേർ കരഞ്ഞു വിളിച്ച് കടക്കയറി ഓടിയതാ. നീ സ്ഥാപനം തുടങ്ങിയ ആ ദേശത്തു നിന്ന്, നിൻ്റെ ബിസിനസ് നടക്കുന്ന ആ ദേശത്തു നിന്ന്. അതുപോലെ നീയും ഓടേണ്ടി വരുമോ? നോ. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന നീ ഓടേണ്ടി വരത്തില്ല. അവിടെ റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ? സ്തോത്രം. അവിടെ ആ രാജ്യത്ത്, നീ കടന്നുപോയ ആ രാജ്യത്ത്
നീ എത്തപ്പെട്ട നിന്നെ ദൈവം കൊണ്ട് നിർത്തിയ ആ സ്ഥലത്ത് വലിയൊരു പ്രതിസന്ധിയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മരണം ഇങ്ങനെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ദൈവം ഒരു കര പൗലോസിന് കാണിച്ചു കൊടുത്തത്. ഒരുപാട് പ്രശ്നങ്ങളായപ്പോഴാണ് ഒരു പ്രതീക്ഷയുടെ തുരുത്ത്. സ്തോത്രം. അതൊരു ചെറിയ ജോലിയാവാം, ആ ഒരു വീടാകാം, മക്കളിൽ നിങ്ങൾ കണ്ട ചെറിയ സ്വപ്നങ്ങളാകാം. ഞാൻ പറയും പിന്നെയും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ളൊരു മനസ്സായിരിക്കാം. അവിടെ ആ പ്രശ്നം കൂടുന്നേ. മെലീത്ത, ദൈവം നിനക്ക് കാൽ വയ്ക്കുവാൻ ഒരുക്കി തന്ന കരയാണെങ്കിൽ ആ കരയിൽ നീ മുങ്ങിപ്പോകത്തില്ല, ആ കരയിൽ നീ നിവർന്ന് നിൽക്കും. പൗലോസിൻ്റെ കയ്യിൽ നിന്ന് തീയിലേക്ക് ആ അണലി കുടഞ്ഞ് എറിയപ്പെട്ടതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്ന സകല സർപ്പശക്തികളും, നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനത്തെയും സന്തോഷത്തെയും നഷ്ടപ്പെടുത്തി കളയുന്ന സകല സർപ്പശക്തികളും, പ്രാർത്ഥിക്കുന്തോറും പ്രതിസന്ധി ഉയർത്തുന്ന സകല പദ്ധതികളും ഇപ്പോൾ നിന്റെ കാൽച്ചുവട്ടിൽ തീരുവാൻ പോകുക. ഷബറിധലമാകനെ. ആമേൻ. നീ ആ പിശാചിനെയും പിശാചിൻ്റെ പദ്ധതികളെയും വാഴും. തൊഴിലിടത്തിലെ, കുടുംബത്തിലെ, വിദ്യാഭ്യാസത്തിലെ, ബിസിനസ്സിലെ, ആത്മീയ ജീവിതത്തിലെ ഏത് മേഖലയിലെയും ആ പൈശാചിക വ്യാപാരത്തെ നീ വാഴും. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. അങ്ങനെ വാഴുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ രാത്രി നമ്മൾ ഒരുമിച്ച് ദൈവസേനയിൽ വചന ശുശ്രൂഷയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഒപ്പമായിരിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനായിട്ട് അവസരമുണ്ട്. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് നിങ്ങൾ കടന്നു നോക്കൂ. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാ നിറവിലുള്ള ഒരു ആത്മീയ ആരാധനയും ദർശനങ്ങളും നിയോഗങ്ങളും പ്രാപിച്ച് പിശാചിൻ്റെ പദ്ധതികളെ തകർത്ത് മുന്നേറുവാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ലഭ്യമായിത്തീരും. കണ്ണടച്ചോ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, പ്രാർത്ഥിക്കും തോറുമേറുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന അവസ്ഥയിൽ അവർ ആയിരിക്കുന്നു. മുൻപിൽ എഴുന്നു നിൽക്കുന്ന ആ പിശാചിനെ തകർക്കുവാനുള്ള അധികാരത്തെ ഇവരുടെ കാലുകളുടെ മേലൊക്കെ പകരണമേ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ പിശാചിനെയും പിശാചിൻ്റെ പദ്ധതികളെയും തകർത്ത് മുന്നേറുവാൻ സ്വർഗം അവരെ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ അങ്ങ് നിറയ്ക്കണമേ. കൃപമേൽ കൃപ പകരണമേ. തൊഴിലിടത്തിലെ എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ഭവനങ്ങൾക്കകത്തെ ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഒരുമിച്ച് സന്തോഷമായി പാർക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിക്കുന്ന ഭവനങ്ങളുടെ അന്തരീക്ഷം ചേഞ്ച് ആകട്ടെ. ഭാര്യ, ഭർത്താവ്, മക്കൾ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കോടതി നടപടികളിൽ നിന്നവർ വിടുവിക്കപ്പെടട്ടെ. കള്ളക്കേസുകൾ കുടുക്കപ്പെട്ടായിരിക്കുന്ന ചിലർ നീതി വെളിപ്പെടട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം, ഭാവി, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഇവരിലെ രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും വഴി മാറട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. മത്സര പരീക്ഷകൾ എഴുതിയായിരിക്കുന്നവർ സ്വർഗ്ഗമങ്ങ് മാനിക്കണമേ. രാജ്യങ്ങൾ കടന്ന് ബിസിനസ്സിന് വേരോട്ടമുണ്ടാകട്ടെ. പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ശത്രുവിൻ്റെ തലയെ തകർക്കാം. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രൈസർ ഫാമിലി നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതൊരിക്കലും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.